ഹായ് ഓൾ അസ്സലാമലൈക്കും. എല്ലാവർക്കും കോക്കോസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ പോകാൻ ഒരുങ്ങിയിരിക്കുക? ബീച്ച്. 2 വർഷത്തിന് ശേഷം അവരും ബീച്ചിൽ പോവാണ് കേട്ടോ. ഇവിടെ കൊല്ലം ബീച്ചില് ഇതുവരെയും അവര് കൊല്ലം ബീച്ചിൽ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല. നമ്മള് ട്രൈപോഡ് അങ്ങ് അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫോൺ പിടിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇല്ല ഐസി, പൈസയുടെ കൈ കൊണ്ടാണ് പിടിക്കുന്നത്. അപ്പൊ നിങ്ങള് ഹാപ്പി അല്ലേ? പറയടാ. വീഡിയോ കാണാത്തവരെല്ലാരും വീഡിയോയും കാണുക. ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാരും വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇപ്പൊ എവിടെ പോയിരിക്കുക? ബീച്ചിൽ. കൊല്ലം ബീച്ചിൽ പോയിരിക്കുക കേട്ടോ. വന്നിട്ട് ഞങ്ങൾ എവിടെയും പോയിട്ടൊന്നുമില്ല. അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരമായി. അപ്പം വെറുതെ ഒന്ന് പോയി അപ്പോൾ വെറുതെ ഒന്ന് പോയി കുറച്ച് നേരം പോയി അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെയും കൂടെ ഹാപ്പി ആയിട്ട് തിരിച്ചു തരാം. അപ്പം നിങ്ങളെയും കൂടെ നമ്മുടെ കൊല്ലം ബീച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാണാത്തവർക്കാണ് കേട്ടോ, കണ്ടവർക്കല്ല, കാണാത്തവർക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആമി ഉണ്ടായിരിക്കും, പൈസ ഉണ്ടായിരിക്കും. അപ്പൊ ആമി കുറെ പേർക്ക് ഇഷ്ടാന്ന് പറഞ്ഞു കേട്ടോ. ആമിക്ക് വേണ്ടി എല്ലാരും കമന്റ് ഇടല്ലേ? കമന്റ് ഇടാം. പൈസ ഇത്തിരി സംസാരിക്കാൻ ഒരു ഇച്ചിരി ബാക്കിലോട്ടാണ്. പൈസ ഇച്ചിരി നാണക്കാരനാണ്. അതുകൊണ്ട് പൈസ ഇത്തിരി സംസാരിക്കുന്നതിനൊക്കെ ഇച്ചിരി ബാക്കിലോട്ടാണ്. കുരുത്തക്കേടിന് നമ്പർ 1 ആണ് ഇല്ലേ? പൈസ കുരുത്തക്കേടിന് നമ്പർ 1 ആണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങൾ വാപ്പി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 3 പേര് റെഡി ആയാലും വാപ്പി ഇന്നൊന്നും ഒരുങ്ങി വരത്തില്ല. വാപ്പി ഇങ്ങനെ പതിയെ വരുത്തതേ ഉള്ളൂ. അപ്പോൾ വാപ്പി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ മയിൽ വാഹനത്തിലായിരിക്കും ഇന്നത്തെ യാത്ര. വാപ്പി ഡ്രസ്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് മയിൽ വാഹനത്തിനകത്താണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ 4 പേര് ഒരുമിച്ചിരുന്ന്, സത്യം പറഞ്ഞാൽ സ്കൂട്ടറിൽ ഒരുമിച്ചിരുന്ന് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് പുറത്തോട്ട് പോകാത്തത്. എല്ലാം നെക്സ്റ്റ് ടൈം വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ പുതിയ സർപ്രൈസ് അല്ലേ വൈസി? അപ്പം ഞങ്ങൾ ഇക്കായിട്ട് പുറത്തോട്ടാണ്ട് ഇറങ്ങാൻ പോവാണ്. ഇനി അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാവേ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരെയും കൂടെ വെച്ചിട്ട് ഇക്ക വണ്ടി ഓടിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വെയിറ്റും പിന്നെ സ്പേസിക്കൊക്കെ ഇരിക്കാൻ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കണ്ടിരിക്കുന്നുണ്ടല്ലേ, ഈ പൈസയുടെയൊക്കെ തല കാരണം എനിക്ക് റോഡ് പോലും നേരെ ചൊവ്വേ കാണാനൊന്നും പറ്റില്ല. പിന്നെ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഇതുവരെ അവരെയും കൊണ്ടൊന്നും ഒരുമിച്ച് അങ്ങനെ എവിടെയും പോയില്ല. എൻ്റെ വീട്ടിലോട്ടല്ലാതെ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് വൈകുന്നേരം ഒന്ന് പോകാമെന്നും വെച്ചൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നങ്ങ് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഏറ്റവും അവസാനമാണ്. എന്നെ ഇവരിങ്ങ് എവിടെയെങ്കിലും കട്ടറിൽ പോയി വീണ് കഴിഞ്ഞാൽ ഞാൻ നിലത്ത് കിടക്കും. അത് അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല സ്മൂത്തായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, മുന്നത്തേക്കൊപ്പമുള്ള വലിയ തിരക്കൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2 വർഷത്തിന് ശേഷം അങ്ങനെ ബീച്ച് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ പാർക്കില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇടത്തെ സൈഡിലൊരു പാർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ പാർക്കൊക്കെ പൂട്ടിയിരിക്കുന്നു. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുവൈറ്റിൽ നിന്ന് വന്നപ്പം ഈ പാർക്കിലൊക്കെ പോയി പിള്ളേരൊക്കെ ആയിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങി. നല്ല സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ സൺസെറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. അതിന് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് ഇനി അടുത്തത് എന്താണ്
കഴിക്കണോ എവിടെയെങ്കിലും ഇരിക്കണോ അതോ കാല് നനയ്ക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേന് വീട്ടിൽ നിന്ന് വന്ന പ്ലാനൊക്കെ തെറ്റി. കാലൊന്നും നനയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടും നേരെ ഇക്കായെ വിളിച്ചുകൊണ്ട് പോകും. അമ്മ പോയി കാല് നനയ്ക്കും വാ പപ്പി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ വേണ്ടേ 3 പേരും കൂടെ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ നനയ്ക്കുന്നില്ല എന്ന് ഞാനും ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഇക്ക ചുമ്മാതെ ഇക്കയുടെ ചെരുപ്പ് ഊരിയിട്ട് ഈ കറുത്ത മണ്ണുണ്ടല്ലത് ഇതിനകത്ത് ഇങ്ങനെ കാല് വെച്ചിട്ട് പറഞ്ഞ ശേഷം എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് പോകുന്നു, എന്തോ ഒന്ന് ശരീരത്തിൽ നിന്നുള്ള എന്തോ ഒരു ഫീലെന്ന്. അപ്പം ഞാൻ പറഞ്ഞ ആണോ എനിക്ക് ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാലിൽ കൂടെ അതിനകത്ത് വെച്ചപ്പോൾ എൻ്റെ കാലിൻ്റെ പാദം മൊത്തവും കറുത്ത മണ്ണായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ഇച്ചിരി നേരം കാല് നനയ്ക്കാമെന്ന് വെച്ച്. കാരണം പൈസയ്ക്ക് കാലിൽ ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉള്ളതാണ്. പിന്നെ ഉപ്പുവെള്ളം ഇച്ചിരി കൊള്ളട്ടെ എന്നും വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം കടലിങ്ങി കയറി കിടക്കുകയാണ് കേട്ടോ, ഒരുപാട് കയറി കിടക്കുകയാണ്. ഇപ്പോൾ ഇരിക്കാനൊക്കെ കുറച്ച് സമയമേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞത് ഇവിടെ ഫുഡ് സ്പോട്ടിൽ വരിക എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ വരുമ്പം കോൺഫ്ലവറും ബജ്ജിയും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ വെറൈറ്റി കുറച്ച് സാധനങ്ങൾ അവർ ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിലയുമുണ്ട്. പിന്നെ അതുമല്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പൈസ ചൂണ്ടിക്കാണിക്കുന്ന പൈസയ്ക്ക് പോക്കറ്റ് ഷവർമ്മ വേണമെന്ന്. ആ സമയം കൊണ്ട് ഇവിടെ ആമിതണ്ടേ ഒരു പ്ലേറ്റ് കോൺഫ്ലവർ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൈസയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവരിൽ നിന്നൊക്കെ കുറച്ച് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ ഞാനൊരെണ്ണം മേടിച്ചൊരു ചിക്കൻ പക്കോട. അതച്ചിരി ഫ്ലോപ്പായിരുന്നു. അല്ലാതെ ബാക്കിയെല്ലാം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുളക് ബജ്ജി മേടിച്ചു, ഒടുക്കത്തെ എരിയായിരുന്നു. അങ്ങനെ ഒരു ലോട്ട് സാധനങ്ങൾ തിന്നി പിള്ളേർ. ഒരു മുളക് ബജ്ജി കഴിച്ചില്ല, ഞാൻ പഞ്ചസാര തക്കുവാണ്. എൻ്റെ ചുണ്ടും നാക്കല്ല പോയി, നല്ല എരിവായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കടല കേട്ടോ. ഇവിടെ വന്നാൽ ഞാനിത് കഴിക്കാതെ എവിടെയും പോകില്ല. പക്ഷേ കടലയുടെയും ആ മുളക് ബജ്ജിയുടെയും എല്ലാത്തിൻ്റെയും എരിവ് കാരണം എൻ്റെ നാക്കൊരു പരുവമായിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വെച്ച് അവിടെ ഒരു കുതിരയെ കണ്ടപ്പം പൈസ അമ്മയും പറഞ്ഞു കുതിരയെ കയറണം വാപ്പി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, പിന്നീടാവട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ, ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കല്ലേ. അപ്പോൾ ആണെങ്കിൽ നാക്കൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഐസ്ക്രീമും കഴിക്കാനാണ്. എനിക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഐസ്ക്രീമും പൈസയും മേടിച്ചു. ആമിക്ക് ബട്ടർ സ്കോച്ചാണ്, ആമി അതാണ് മേടിച്ചത് കേട്ടോ. പിന്നെ ഒരു ചോക്കോബാറും മേടിച്ചു. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നേരം വൈകി തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ ആമയും പൈസയും കൂടെ മണ്ണിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ പട്ടിയൊക്കെ കിടന്ന് വിരകുന്നതാണ് പൈസ ആമി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നൈസിന് 2 പേരും പൊടിയും തട്ടിയൊക്കെ കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു കുതിര സവാരി ആക്കാം, അതും കൂടെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 പേരെയും കൂടെ ദാണ്ടെ കുതിരയുടെ മണ്ടയിലോട്ട് കയറ്റുകയാണ് കേട്ടോ. അത്യാവശ്യം വലിയ കുതിരയാണ്. പിന്നെ ചെറിയ കുതിര അവിടെ ഉണ്ട്. പിന്നെ ഇവർക്ക് വലിയ കുതിരയിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ കുതിരയിൽ കയറി 2 പേരെയും ഒന്ന് സവാരി നടത്തുവാണ് കേട്ടോ. പിന്നെ ഇപ്പോഴൊക്കെയല്ലേ ഇവർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ നാട്ടിലുള്ളപ്പം അവർക്ക് അത്യാവശ്യം അവരെ എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ അവരെ ആഗ്രഹപ്പെട്ടതൊക്കെ നമുക്ക് സാധിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 2 പേരെയും കൂടെ കുതിരയുടെ മണ്ടയിൽ കയറ്റിയിട്ട് കുതിരയായിട്ട്, പക്ഷേ ഒരുപാട് അങ്ങോട്ട് ഓട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുതിരയായിട്ട്. അവർ കയറിയിരുന്നാൽ ചിലപ്പോൾ വീഴുമെങ്കിലോ എന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് നടത്തിക്കാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ആണ്ടേ അവർ പോവാണ്. ഒരു കുറച്ച് മാത്രം ദൂരെ നടത്തത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും അവരിങ്ങനെ തിരിച്ചിങ്ങനെ നടത്തുവേ, അതാണ് കുറച്ച് മാത്രം ദൂരെ അവർ നടത്തത്തുള്ളൂ. ആമി അങ്ങനെ തന്നെ നല്ലതുപോലെ ആസ്വദിച്ചാണ് ആമി ഇരിക്കുന്നത് കേട്ടോ. ആമി ഭയങ്കര എൻജോയ് ചെയ്താണ് ഇരിക്കുന്നത്. ആമിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 2 വർഷത്തിന് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവരെ ഇതുപോലെ ഇരുത്തി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രതിമയായ നമ്മുടെ ബീച്ചിലെ ചേച്ചിയും കണ്ടിട്ട്
പിന്നെ ഈ കമ്മലുകളുണ്ടല്ലോ, മറ്റേ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ഒരെണ്ണം എനിക്ക് എന്തായാലും മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകത്തുള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ റേറ്റ് എത്രയാണെന്നൊന്നും അറിയത്തില്ല. അന്ന് 30 രൂപയൊക്കെ ആയിരുന്നു, ഇന്നിപ്പോൾ എത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി വി പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങോട്ട് നേരത്തെ പോയപ്പോൾ ബ്രിഡ്ജിന് താഴെയുള്ളൊരു പാർക്കാണ്. അവിടെ അത്യാവശ്യം ചെസ്സ് കളിയും കാര്യങ്ങളും, കുറച്ചുകൂടി വലിയ ആൾക്കാരാണ് കേട്ടോ അവിടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന കേട്ടോ. ഫ്രീ ടൈമിനൊക്കെ ഇവിടെ വന്നിരിക്കാം, നല്ല രസമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങളെ വീട്ടിലോട്ടാക്കിയിട്ട് ഇക്ക പുറത്ത് പോയായിരുന്നു. പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് കുറച്ച് ഞണ്ട് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ രാത്രിത്തേക്ക് എന്തെങ്കിലും കറിക്കാക്കാമെന്നും പറഞ്ഞാണ് ഞണ്ട് മേടിച്ചുകൊണ്ട് വന്നത്. ഓൾറെഡി ഞാൻ അവിടെ ചോറ് വെച്ചേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഞണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന്. ഞാൻ ഈ ഞണ്ടിങ്ങനെ നോക്കുന്നത് എന്തിനാണെന്നറിയാമോ, എല്ലാ ഞണ്ടിനും വേറെ വേറെ ഷേപ്പാണ്. അതിൻ്റെ തോടിന് ഒരു പ്രത്യേക ഷേപ്പുകൾ, വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് നോക്കുകയാണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഞണ്ടായിരുന്നേ. അപ്പം ഞാൻ എപ്പോഴും ഞണ്ട് കൊണ്ടുവന്നാൽ കൂടുതലും റോസ്റ്റാണ് ചെയ്യാറ്. അപ്പം ഇക്ക പറഞ്ഞ് റോസ്റ്റ് ചെയ്താൽ മതി ഷാറ, നമുക്ക് ചോറുമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ പതിവ് പോലെ തന്നെ 2-3 സവാളയൊക്കെ എടുത്ത് അരിഞ്ഞു. പിന്നെ ഇപ്പോൾ ചോപ്പർ ഉള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോപ്പറിനകത്താണ് 2-3-4 സവാളയൊക്കെ ഇതാക്കി ചെയ്യുന്നത്. പിന്നെ ഞണ്ട് കറിയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വേറൊരു ദിവസം ഞണ്ട് മേടിച്ച് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്പി ഇങ്ങൊക്കെ ഇട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇപ്പം ഞാനങ്ങനെ ഞണ്ട് കറി ഒരുപാടങ്ങനെ അതിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്ന ഫിനിഷിങ് ആവുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഞണ്ട് കറിയുടെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ആവശ്യക്കാർക്ക് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് രാത്രി ഞണ്ട് കറിയും കൂട്ടി ഒരു ചോറ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.